ലോകത്തിൽ 1% താഴെ പോപ്പുലേഷൻ മാത്രമേ ഒരു വെയിലിനെ അവരുടെ ജീവിതകാലത്തിൽ നേരിട്ട് കാണൂ. അപ്പോൾ ആ വെയിൽസിൻ്റെ കൂടെ നീന്തുന്നതോ വെറും 0.001% താഴെ മാത്രം. അത്രയും റെയറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഇന്നത്തെ കഥ. ഞങ്ങൾ മൊറീഷ്യസ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ പ്രൊവൈഡേഴ്സിനെ സെർച്ച് ചെയ്തെങ്കിലും ഇത് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ബെന്നിൻ്റെ കോൺടാക്ട് കിട്ടിയത്. ബെന്നിൻ്റെത് ഒരു 4 hour ട്രിപ്പായിരുന്നു. രാവിലെ 7-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ബെൻ ആദ്യം തന്നെ ഓരോ ടൈപ്പ് വെയിൽസിനെ പറ്റി പറഞ്ഞു തന്നു. പിന്നെ അവരുടെ കൂടെ നീന്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. വെയിൽസിൻ്റെ കൂടെ സ്വിം ചെയ്യുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്ത് ടച്ച് ചെയ്യാതെ വേണം സ്വിം ചെയ്യാൻ. പിന്നെ ഇതാണ് നമ്മളുടെ ക്യാപ്റ്റൻ. ആളാണ് വെയിൽസിനെ സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നല്ല സ്പീഡിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വെയിലിനെ കണ്ടു. പിന്നെ അങ്ങോട്ട് കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. ഇതാണ് സ്പേം വെയിൽസ്, ലോകത്തിലെ ലാർജസ്റ്റ് ടൂത്ത് പ്രെഡറ്റർ. സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും ബെൻ പ്രൊവൈഡ് ചെയ്തിരുന്നു. അങ്ങനെ അടുത്ത വെയിലിനെ കാണുമ്പോൾ കടലിലേക്ക് ചാടാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിന്നു. എനിക്ക് ചെറുതായിട്ട് സ്വിമ്മിങ് അറിയാമെങ്കിലും കടലിൽ നീന്താനുള്ള അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. 1000 മീറ്ററിൽ കൂടുതൽ ആഴമുള്ളിടത്താണ് നമ്മളിപ്പോൾ ചാടിയത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളിലൊന്നായ തിമ്മിങ്കലത്തിൻ്റെ കൂടെയാണ് ഞാൻ ഈ സ്വിം ചെയ്യുന്നത്. കടലിൻ്റെ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ആണ് മനസ്സിലാവുക നമ്മൾ ബോട്ടിൽ നിന്ന് കാണുന്നത് വെയിൽസിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന്. നേരിട്ട് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ അത് എത്ര വലുതാണെന്ന്. ഈ ഒരു ആക്ടിവിറ്റി ഒരിക്കലും എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. നല്ല സ്കെയറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഇനിയൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഇനിയും ചെയ്യും. ഇങ്ങനെയാണ് സ്പേം വെയിൽസ് ഉറങ്ങുക. ബാക്കി വെയിൽസിനെ പോലെയല്ല, സ്പേം വെയിൽസ് ഉറങ്ങുന്നത് വേർട്ടിക്കലായിട്ടാണ്. കാണുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാം. ബെൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ലീപ്പിംഗ് വെയിലിനെ കാണാൻ നല്ല ഭാഗ്യം വേണമെന്ന്. നല്ല റെയർ ആയിട്ടേ നമുക്കത് കാണാൻ പറ്റൂ. ഒരിക്കലും വിചാരിച്ചില്ല നമുക്കത് കാണാൻ പറ്റുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് സമ്മാനിച്ച ബെന്നിന് ഒരുപാട് താങ്ക്സ്.